എന്താ പണിക്കരെ, അയാള് കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? ഏയ്, ആളത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയണ കേട്ടപ്പോ എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ തമ്പുരാട്ടി. അയാൾക്ക് തലയ്ക്ക് നൊസാന്ന് പറഞ്ഞത് ചിലപ്പോ നേരായിരിക്കും. അതല്ല, എന്റെ പഴമനസ്സില് വേറെ ചില സന്ദേഹങ്ങള്. എന്താന്ന് വെച്ചാ തുറന്ന് പറയൂ പണിക്കരെ. അത് മായമോളെ പറ്റി തന്നെയാ. നമുക്ക് മേപ്പാടിനെ ഒന്ന് വരുത്തിയാലോ? അതിനും വേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? വ്രതം നോറ്റിരിക്കുന്ന മേപ്പാടിനെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? സമയമാവുമ്പോ ഇങ്ങ് വന്നേക്കാന്ന് കൽപ്പിച്ചല്ലേ പോയത്. താഞ്ചെന്നേ ആ സാവിത്രിയോടെ എന്റെ സഹചരാതി കുഴമ്പ് ഇങ്ങ് കൊണ്ടുവരാൻ പറയൂ. മുത്തശ്ശിയുടെ കുഴമ്പാ. പിന്നെ പണിക്കരമ്മാന് വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. എല്ലാം ഞാൻ തീർത്തു തരാം. ഞങ്ങളുടെ പന്തതാ മായേച്ചി. ദേ ഇവിടെ കളിക്കരുതെന്ന പണിക്കരമോൻ പറഞ്ഞിരിക്കണേ. മുത്തശ്ശി പറഞ്ഞല്ലോ കളിച്ചോളാൻ. പണിക്കരമോന് കുശുമ്പാ. ഞാൻ പന്ത് തരാം. പക്ഷേ മാളൂട്ടിയോട് ഒരു കാര്യം പറഞ്ഞ് കേക്കോ? എന്ത് വേണേ കേക്കാം. പന്ത് തന്നാ മതി. ദാ നിങ്ങൾ പോയി കളിച്ചോ. ഞാൻ മാളൂട്ടിയോട് ഒരു സൂത്രം പറയട്ടെ. മായച്ച് പറഞ്ഞ പോലെ എനിക്ക് ചോക്കോബാർ മേടിച്ചു തരണം. തീർച്ചയായും മേടിച്ചു തരാം. കുട്ടിയെ ഇത് ചെയ്തെന്ന് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്നാ പിടിച്ചോ. എന്റെ കയ്യിൽ തരണ്ട. മോള് തന്നെ കുളത്തിലേക്ക് ഇട്ടേക്ക്. കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ ചോളനാട്ടിൽ യൗവനത്തിൻ തേന്നുകർന്നേ വാണു. മാധവിയിൽ കോവലനും സ്നേഹമുണ്ടായി തീർന്നു. ജായയെയും വേർപിരിഞ്ഞു പാവമായി ദേവി. ധൂർത്തുമൂലം കോവലന്റെ കീർത്തിയെല്ലാം പോയൊഴിഞ്ഞു. മാപ്പു ചൊല്ലി വീടണഞ്ഞു. മാധവിയും വേർപിരിഞ്ഞു. ഹിന്ദിമിത്താരോ തകർന്നിമി ഹിന്ദിമിത്താരോ തകർന്നിമി തിത്തേതകതിത്തേതകതിത്തേതകതിത്തേതകതിത്തേതകതിന്ദിമിത്തോ. പോയതെല്ലാം വീണ്ടെടുക്കാൻ മാമധുര തന്നിൽ പോയതല്ലോ കണ്ണകിയും കോവലനും പിന്നെ. സങ്കടമിങ്ങനെ വന്നു പിണഞ്ഞതു തൻ വിധിയെന്നു നിനച്ചാൾ ദേവി. തന്റെ ചിലമ്പിലൊരെണ്ണം വിൽക്കാൻ ശങ്കയെഴാതെ കൊടുത്തയച്ചാൾ. ദുഷ്ടനാമൊരു പൊന്നും തട്ടാൻ ഇഷ്ടമോടെ വന്നാൻ. കോവലന്റെ കയ്യിൽ നിന്നാ കാൽച്ചീലമ്പും കൊണ്ടാൻ. പാണ്ഡ്യറാണി തൻ ചീലമ്പു പണ്ടു പണ്ടി പൊൻതട്ടാൻ. പാപചിന്ത തീണ്ടിടാതെ മോഷണവും ചെയ്താൻ. നിരപരാധിയം കോവലനുടെ ചിലമ്പെടുത്തവൻ കാട്ടി. പലതുമേഷണി പറഞ്ഞു മന്നവൻ ഉടനെ കൽപ്പിച്ചിദേവം. കള്ളനെ കൊല്ല്, ചിലമ്പിന്റെ പെണ്ണിനു നൽക്. അവളുടെ കണ്ണിലും വില്ല് വിരിയണം കാര്യം ചൊല്ല്. ഭടരുടെ കോവലനെ കൊന്നവിടെ തീവിനെയും തീർത്തു ഞാൻ ചൊല്ലുന്ന നേരം
ഭഗവതി എന്നെ കൊല്ലരുത്. എന്നെ രക്ഷിക്കണം. എന്നെ കൊല്ലരുത്. ആദ്യം നീ, അതിനുശേഷം ഈ കോലത്തെ ഓരോ ആൺതരികയും ഞാൻ സമ്മാനിക്കും.